താങ്കൾക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ഓക്കെ. ആ ബോട്ടിന് ബോട്ട് ഇപ്പോൾ അവരെടുത്തതേ ഉള്ളായിരുന്നു. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എടുത്താണ് ബോട്ട്. 12 കൊല്ലം കഴിഞ്ഞ ബോട്ടാണ്. ആ ബോട്ടിന്റെ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അവിടെ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഓണർഷിപ്പ് ചേഞ്ചിനും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിറ്റ്നസ് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഫിറ്റ്നസ് ഉള്ള ബോട്ടാണ്. അതായത് ഫിറ്റ്നസിന്റെ പേപ്പർ ഒക്കെ ഈ ബോട്ടിന് ഉണ്ടായിരുന്നു, അതോ അപേക്ഷിച്ചിട്ട്? ഉണ്ടായിരുന്നു. അതായത് ഫിറ്റ്നസ് നമ്മൾ അപേക്ഷിക്കുക എന്ന് പറയുന്നത്, നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ വന്നിട്ട് ഓഫീസേഴ്സ് വന്ന് അതിന്റെ ഫിറ്റ്നസ് പരിശോധിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ലൈസൻസ് ഫീസ് അടയ്ക്കാൻ പറ്റുള്ളൂ. ആ പരിശോധന പൂർത്തിയായി ലൈസൻസ് ഒക്കെ ലൈസൻസ് ഫീ അടയ്ക്കാൻ പറ്റില്ല. ആ പരിശോധന പൂർത്തിയാക്കിയ ബോട്ടാണിത്. പരിശോധന പൂർത്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ, ലൈസൻസ് ആവണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഫീ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ആ പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞു തീർത്തോട്ടെ. ഓണർഷിപ്പ് ചേഞ്ചിങ്ങിന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ പൈസ അടയ്ക്കാൻ പറ്റും. ആ പൈസ അടയ്ക്കാൻ അതിന്റെ ഫിറ്റ്നസിന്റെ ഇതെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞാൽ പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ദിവസം പറ്റിയില്ല. അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ച ഒരു ബോട്ടിന്റെ കാര്യമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അല്ല, ഫിറ്റ്നസ് ഇല്ലാത്ത അത് കഴിഞ്ഞ് അടയ്ക്കാൻ പറ്റിയില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. ഓണറിന് സുഖമില്ലാതെ ഞാൻ പറയുന്നത് കേൾക്കൂ. അല്ല, ചോദിക്കുന്നതിന് മറുപടി പറയണം. ശ്രീ ആന്റണി ഏണസ്റ്റ്, ഈ ബോട്ടിന് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ബോട്ടിൽ വെള്ളം കയറിയാണ് ഈ ആളുകൾ അപകടത്തിൽപ്പെട്ടത്. അത് ആ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് വിശ്വസിക്കാനേ പറ്റൂ. അതായത് ആ ബോട്ടിൽ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ബോട്ട് വെള്ളം കയറി എന്നുള്ളത് സത്യമാണ്. ആ ബോട്ടിന് ഫിറ്റ്നസ് ഉള്ള ബോട്ടാണ്. ഫിറ്റായ ഒരു ബോട്ട് എങ്ങനെയാണ് ഇങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ കൊല്ലം ഭാഷയിൽ തന്നെ പൊത്തുപോകുന്നത് എങ്ങനെയാണ്? അതായത് ബോട്ടില് പല രീതിയിൽ പൊത്തുപോകാൻ, ഷീറ്റ് പൊത്തുപോകാറുള്ള സർവ്വസാധാരണമാണ്. തടി ബോട്ടല്ല, ഇത് ഇരുമ്പ് ബോട്ടാണ്. ഇരുമ്പ് ബോട്ടിന് അതായത് ഒരു ബോട്ടിന്റെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ 15 വർഷം വരെ ആണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് 12 വർഷം കഴിഞ്ഞ ബോട്ടാണ്. അതിന് ഓൾറെഡി ഫിറ്റ്നസിന് വേണ്ടിയുള്ള എല്ലാ പേപ്പറുകളും എല്ലാ സാധനങ്ങളും ഉള്ള ബോട്ടാണത്. അത് നമ്മൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കടലിൽ വെച്ച് എങ്ങനെയാണ് വെള്ളം കയറുന്നതോ അല്ലെങ്കിൽ പൊത്തുപോവുകയോ ചെയ്യുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പുതിയ ബോട്ടുകൾ വരെ പൊത്തുപോയ ചരിത്രങ്ങളുണ്ട്. ഇത് പക്ഷേ 12 വർഷം പഴയ ബോട്ടാണ്. ഫിറ്റ്നസ് പരിശോധന പൂർത്തിയായെന്ന് താങ്കൾ പറയുന്നതല്ലാതെ അതിന്റെ എന്തെങ്കിലും പേപ്പർ ഒന്നും ഇതുവരെ ഇവരുടെ കയ്യിലില്ല. അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും നടന്ന നീണ്ടകര ഫിഷറീസ് ഓഫീസിൽ കൃത്യമായി അതിന്റെ ബോട്ട് ഉടമ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ പറയുന്നത് നുണ പറയുകയാണോ? ഏത് മത്സ്യത്തൊഴിലാളിയാണ് പറഞ്ഞത്? ആ അപകടത്തിൽപ്പെട്ട പാവ മത്സ്യത്തൊഴിലാളികളാണ്. ആ അപകടത്തിൽപ്പെട്ട ഫ്രാങ്കിന്റെ നമ്പറിൽ വേണമെങ്കിൽ മേഡത്തിന് ഞാൻ തരാം. അവരെ വിളിച്ച് ചോദിച്ചു നോക്കുക, അതിനകത്ത് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു. അവരുടെ പ്രതികരണം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ. ആരായിരുന്നു സംസാരിച്ചത്? ഒരു മിനിറ്റ്, താങ്കൾ സ്ക്രീൻ ഒന്ന് കണ്ടോളൂ. ആ പ്രതികരണം നമുക്ക് ഒന്നുകൂടി കേൾപ്പിക്കാം. കേൾക്കാൻ പറ്റും, താങ്കൾക്ക് കേൾക്കാൻ പറ്റും. ഒന്നുകൂടി മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം. ഒരു 11 മണി 12 മണിക്ക് ഉച്ചക്കാണ് ഞങ്ങൾ കൊല്ലത്ത് എത്തിയത്. അവിടുന്ന് കാവനാട് ബീച്ചിൽ നിന്നാണ് ബോട്ട് പുറപ്പെടാൻ വന്നത്. കാലത്ത് 9 മണി ആയപ്പോഴാണ് അവിടെ നിർത്തിയിട്ട് പണി തുടങ്ങാൻ വേണ്ടി. രാത്രി പണിക്കാണ് പോണത്, ചൂണ്ടപ്പണിക്കാണ്. വൈകുന്നേരം പണി തുടങ്ങുള്ളൂ. ആ സമയത്താണ് ബോട്ടിന്റെ അടിയിൽ പൊട്ടിയിട്ട് ഷീറ്റ് പൊട്ടി വെള്ളം കയറി തുടങ്ങിയത്. അന്നേരം അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. അവരുടെ അടുത്ത് പോയിരുന്നെങ്കിൽ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞൊരു 11 മണിയായപ്പോഴാണ് വയർലെസ് കണക്ട് ആയത്. അത് ബാറ്ററിയിലോട്ട് നേരിട്ട് കൊടുത്തപ്പോൾ പൊരുങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും വെള്ളത്തിലോട്ട് വീണ്. പകുതി വീഴുമ്പോൾ പുള്ളി ഞങ്ങളവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ബോട്ട് അടിയിലോട്ട് മുങ്ങി താന്നപ്പോൾ എല്ലാവരും തെറിച്ച് വീണ്. ആ കൂട്ടത്തിൽ പിന്നെ പൊന്തി വന്നപ്പോൾ ശക്തിചേർന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു 1.5 മണിക്കൂർ കടലിൽ ഒഴുകിയിട്ട് മറ്റു ബോട്ടുകാർ വന്നപ്പോഴേക്കും ഞങ്ങൾ ഒരു 4-4.5 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഞങ്ങളവർ രക്ഷിച്ച് കരക്കിലോട്ട് എത്തിച്ചത്. ഇവരിപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് പറഞ്ഞു ബോട്ടിൽ ജാക്കറ്റ് ഉണ്ടായിരുന്നു, 11 ജാക്കറ്റ്. ഒരു ജാക്കറ്റ് പോലും അതിലുണ്ടായില്ല. ഈ ഫ്ലോട്ട് ബോളുമാണ് ഞങ്ങൾ നിന്നത്. മുതലാളിയും പറയണ്ടായിരുന്നു അതിന് ഇൻഷുറൻസ് ഇല്ല. അതിന് പണിക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പൊളിക്കാൻ വെച്ച ബോട്ടായിരുന്നു, 10-15 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ. നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. അറിയാതെ നമ്മൾ പോയി ചെന്നത്. ശ്രീ ആന്റണി ഏണസ്റ്റ്, ജാക്കറ്റ് ഇല്ല, പൊളിക്കാൻ വെച്ച ബോട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ആ ബോട്ടിൽ ഉണ്ടായിരുന്ന 1.5 മണിക്കൂർ താങ്കൾ കേൾക്കണം, താങ്കളൊന്ന് കേൾക്കണം, പ്രേക്ഷകരും കേൾക്കണം. 1.5 മണിക്കൂർ കടലിൽ ഒഴുകി നടന്ന് ഒരു വിധത്തിൽ ജീവൻ രക്ഷപ്പെട്ട മനുഷ്യനാണ് പറഞ്ഞത്. അയാളെ ഞാൻ അവിശ്വസിക്കണമെന്നാണ്. ഞാൻ അവിശ്വസിക്കണമെന്നല്ല പറഞ്ഞത്. ആ പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു ട്രാവലിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവര് പറഞ്ഞതും ഞാൻ ഇത് കണ്ട് അതായത് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ മറ്റ് ഫ്രാങ്കും മറ്റുള്ളവരും സംസാരിച്ചതുമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിത് ഈ വ്യക്തി ആരാണെന്നോ എനിക്ക് ഈ ബോട്ടിൽ പോകുന്ന സ്റ്റാഫുകളെ കുറിച്ചോ എനിക്ക് കൃത്യമായ അറിവുകളില്ല. ഒന്നാമത്തെ കാര്യം, ഞാനന്ന് ഇവരെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് കോസ്റ്റൽ പോലീസിലേക്കും സമയത്താണ് നമ്മളെ വിളിച്ച് നമ്മൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവരിപ്പോ ഈ പറഞ്ഞ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു. അത് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് തിരക്കേണ്ടിയിരിക്കുന്നു. പൊളിക്കാൻ വെച്ച ബോട്ടാണെങ്കിൽ അത് തെറ്റല്ലേ? താങ്കളൊക്കെ നടപടി എടുക്കാനായിട്ട് മുന്നിൽ നിൽക്കേണ്ട ആളുകളല്ലേ ശ്രീ ആന്റണി ഏണസ്റ്റ്? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ നടപടി എടുക്കാൻ മുന്നിൽ നിൽക്കുമല്ലോ. പൊളിക്കാൻ വെച്ച ബോട്ടെന്ന് പറയുന്നത് ഇപ്പൊ കൊല്ലം ജില്ലയിൽ തന്നെ പല ബോട്ടുകളും പൊളിക്കുന്നുണ്ട്, ഡിമോളിഷിങ്ങിന് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പേപ്പർ
രണ്ട് കാര്യങ്ങളാണ്. പേപ്പർ നമുക്ക് മാറ്റിവെക്കാം. പേപ്പറിനെ പറ്റിയാണല്ലോ നമ്മൾ തർക്കിച്ചത്. ഞാൻ ആ മത്സ്യത്തൊഴിലാളി പറഞ്ഞത് വെച്ച് തന്നെയാണ് താങ്കളോട് ചോദിച്ചത്. പേപ്പർ ഒന്നുമില്ല, ഫിറ്റ്നസ് ഇല്ല, അതുപോലെ തന്നെ അതിലൊരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല. ബോട്ട് താങ്കൾ പറഞ്ഞതുപോലെ കടലാണ്. കടലമ്മ എങ്ങനെയാണ് കലി തുള്ളുമോ അതോ നമ്മളെ സ്നേഹിക്കുമോ എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അവിടെ കലി തുള്ളി തെറിച്ചു വീണു, ഒഴുകി നടന്നു, 9 പേർ രക്ഷപ്പെട്ടു. ശക്തിയെ 5 ദിവസമായിട്ടും കാണാനില്ല. ശക്തി എവിടെ പോയി എന്നുള്ള ആശങ്കയോടെ കഴിയുകയാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ ഈ പൊളിക്കാൻ വെച്ച ബോട്ടാണ് 10-15 വർഷം, താങ്കൾ 12 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നു, അവർ പറയുന്നു 15 വർഷം. എന്തായാലും അതിന് ഈ സർവീസ് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു ബോട്ടാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ നടപടി ആ ബോട്ട് ഉടമയ്ക്കെതിരെ എടുക്കണ്ടേ? അതിന് താങ്കൾ തന്നെ മുന്നിൽ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അതിനകത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ നന്ദി ശ്രീ ആന്റണി ഏണസ്റ്റ്. വളരെ